ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് MSO 002 റിസർച്ച് മെത്തേഡ് ആൻഡ് റിസർച്ച് മെത്തഡോളജി ആൻഡ് മെത്തേഡ്സ്. ഇതാണ് ഇന്നത്തെ നമ്മളെ വിഷയം. റിസർച്ചുമായി ബന്ധപ്പെട്ടതാണ്. റിസർച്ച് മെത്തഡോളജിയും റിസർച്ച് മെത്തേഡും രണ്ടും രണ്ട് വ്യത്യസ്ത കൺസെപ്റ്റാണ്. നമുക്ക് ഈ പുസ്തകത്തിൽ എന്ത് ചെയ്യാം, വിശദമായിട്ട് നോക്കാം. ഇത് റിസർച്ചുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കുറച്ച് ഭാഗങ്ങളുണ്ട്. ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിരുന്നല്ലോ, അത് മാത്സ് ആണ്. മാത്സ് നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ച, അതുപോലെ തന്നെ ഡിഗ്രിക്ക് പഠിച്ച കുറച്ച് ഭാഗങ്ങളാണ് അതിലുള്ളത്. എസ്പെഷ്യലി നമ്മൾ പ്ലസ് വണ്ണിൽ പഠിച്ച മീൻ, മീഡിയം, മോഡ്, ഈ വിഷയങ്ങളൊക്കെ അതിലുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം. അതൊരു കണക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് ജസ്റ്റ് ഒരു ഓവർവ്യൂ പറയണം. അപ്പോൾ ഫസ്റ്റ് മാത്സ് വരുന്നത് നമുക്ക് ഏകദേശം 10 പാഠങ്ങൾ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് ആ സമയത്ത് നോക്കാം. ഫസ്റ്റായിട്ട് നമുക്ക് യൂണിറ്റ് 1 നോക്കാം. ലോജിക് ഓഫ് എൻക്വയറി, സോഷ്യൽ റിസർച്ച്. സോഷ്യൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്? നമുക്ക് ഒരു സൊസൈറ്റിയെ നമുക്ക് ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ പറ്റുമോ? നമ്മൾ സയൻസ് അല്ലേ, സയൻസ് അതിൽ ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, ബയോളജി ഉണ്ട് അല്ലേ. അതിൽ തന്നെ ഒരു ബോട്ടണി, സുവോളജി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ശാസ്ത്രീയ സബ്ജക്റ്റുകളുണ്ട്. നമ്മളതൊക്കെ പഠിച്ചതാണ്. ഈ സയൻസ് പഠിക്കുന്നത് പോലെ സമൂഹത്തെ പഠിക്കാൻ പറ്റുമോ? ഇതൊരു ചോദ്യചിഹ്നമായിരുന്നു പഴയകാല സാമൂഹ്യ ശാസ്ത്രജ്ഞരോട്. അവർ ഇതിനെക്കുറിച്ച് ഒരുപാട് കാലം ചിന്തിച്ചു. അതിനുശേഷം അവർ പറഞ്ഞത് എന്താണ്, ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ പറ്റും എന്ന് പറഞ്ഞു. ആദ്യകാലത്ത് ഇപ്പം നമ്മൾ അഗസ്റ്റ് കോംറ്റയുടെ ലോ ഓഫ് 3 സ്റ്റേജസ് എന്ന് പറഞ്ഞ തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതിൽ ഫസ്റ്റ് 3 സ്റ്റേജ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? മെറ്റാഫിസിക്കൽ സ്റ്റേജ് അല്ലേ. മെറ്റാഫിസിക്കൽ സ്റ്റേജ്. ഈ മെറ്റാഫിസിക്കൽ സ്റ്റേജ് 1300 AD വരെയുള്ള കാലത്താണ് ഈ മെറ്റാഫിസിക്കൽ സ്റ്റേജ് നിലനിന്നിരുന്നത്. അതിനെക്കുറിച്ച് ഓൾറെഡി നമ്മൾ MSO 001 ഡിസ്കസ് ചെയ്തതാണ്. ഈ മെറ്റാഫിസിക്കൽ സ്റ്റേജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഈ കാലഘട്ടത്തിൽ ആളുകളെല്ലാം എന്താണ്, റിലീജിയനുമായി കണക്ട് ചെയ്തിട്ടാണ് പഠിച്ചിരുന്നത്. റിലീജിയനുമായി കണക്ട് ചെയ്ത ജനനം, മരണം, വിവാഹം, ദുരന്തങ്ങൾ, പ്രയാസങ്ങൾ എല്ലാം റിലീജിയനുമായിട്ട് കണക്ട് ചെയ്തതായിരുന്നു ആളുകൾ വിശ്വസിച്ചിരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ സൊസൈറ്റി സൊസൈറ്റി ഇതേപോലെ റിലീജിയനുമായി കണക്ട് ചെയ്തിട്ടായിരുന്നു ആളുകൾ എന്ത് ചെയ്യുന്നത്, വിശ്വസിച്ചിരുന്നത്. സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തത് ദൈവമാണ്, ദൈവത്തിൻ്റെ നിയമങ്ങളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ്, സൊസൈറ്റിയിൽ ജീവിക്കും, ദൈവത്തിൻ്റെ നിയമങ്ങൾ പാലിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള വിശ്വാസം ആയിരുന്നു പഴയ കാലത്ത് മെറ്റാഫിസിക്കൽ സ്റ്റേജിലുണ്ടായിരുന്നെന്ന് ആര് പറഞ്ഞു? അഗസ്റ്റേ കോംറ്റെ പറഞ്ഞു. ഓക്കെ. പിന്നെ ഇതിൽ നിന്നൊരു ഷിഫ്റ്റ് വന്നത് എന്തിനു ശേഷമാണ്? റിനൈസൻസിന് ശേഷമാണ്. 17-ാം നൂറ്റാണ്ടിൽ 17th സെഞ്ച്വറി നമുക്കറിയാം റിനൈസൻസ് ഉണ്ടായി. റിനൈസൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ജ്ഞാനോദയ കാലഘട്ടത്തിൽ ഒരുപാട് ജ്ഞാനോദയത്തെക്കുറിച്ച് നമുക്ക് എന്താണ് അടുത്ത യൂണിറ്റിൽ പറയാം. അപ്പോൾ ആ സമയത്ത് ഒരുപാട് ഷിഫ്റ്റ് വന്നു. ആളുകൾ എന്ത് ചെയ്തു, ശാസ്ത്രീയമായിട്ട് സൊസൈറ്റിയെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് എന്ത് ചെയ്തു, പഠിക്കാൻ തുടങ്ങി. സൊസൈറ്റി എന്താണ്, മറ്റ് വിഷയത്തെ പോലെ തന്നെ ഒബ്സർവ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ എന്ത് ചെയ്യാം, അനലൈസ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ്ലി എന്ത് ചെയ്യാൻ പറ്റും. ഒബ്ജക്റ്റിവിറ്റി എന്താണെന്ന് നമുക്ക് പറയാം. ഒബ്സർവ് ചെയ്യാനും ഒബ്ജക്റ്റിവിറ്റിയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, കാണാനും തൊടാനും പറ്റുന്ന രീതിയിൽ, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കാൻ സൊസൈറ്റിയെ പറ്റുമെന്ന് പഴയകാല സാമൂഹ്യ ശാസ്ത്രജ്ഞർ മനസ്സിലാക്കി. ഇതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് ഒരുപാട് എന്ത് ചെയ്തു, പഠനങ്ങൾ വന്നു. അക്കാലത്ത് അരിസ്റ്റോട്ടിൽ ആരാണ്? അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, അദ്ദേഹം എന്തിൻ്റെ ഒരു ഫാദറാണ്? പൊളിറ്റിക്സിൻ്റെ ഫാദറാണോ, സോഷ്യോളജിയുടെ ഫാദറാണോ, ഹിസ്റ്ററിയുടെ ഫാദറാണോ? അത് നിങ്ങൾ നോക്കാം കേട്ടോ. അരിസ്റ്റോട്ടിൽ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്ത് ചെയ്തു, അദ്ദേഹം കൊണ്ടുവന്നു. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, സൊസൈറ്റിയെ ശാസ്ത്രീയമായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് ഡിഡക്റ്റീവ് റീസണിങ് കൊണ്ടുവന്നു. ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിൽ നോക്കാം. എല്ലാ മനുഷ്യരും മരിക്കുന്നു. ഹരി ഒരു മനുഷ്യനാണ്.
അപ്പോൾ ഹരിയും മരിക്കും. അപ്പോൾ എല്ലാ മനുഷ്യരും മരിക്കും. അതുപോലെ തന്നെ മരണം അതിലുണ്ടല്ലോ. ഹരി ഒരു മനുഷ്യനാണ്. അതിൽ മനുഷ്യനെന്ന് രണ്ടത്തിലുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹരി മരിക്കും എന്ന കൺക്ലൂഷനിലെത്താൻ പറ്റും. ഇതിന് ഡിഡക്റ്റീവ് റീസണിങ് എന്നാണ് പറയാം. ഓക്കെ, അതിനെക്കുറിച്ച് ഓൾറെഡി നിങ്ങൾക്ക് അറിയുണ്ടാവും. പിന്നെ അതിനുശേഷം മറ്റൊരു പേഴ്സ്പെക്റ്റീവ് ആ കാലഘട്ടത്തിൽ തന്നെ വന്നു. അതാണെന്ത്? ഇൻഡക്റ്റീവ് റീസണിങ്. ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വേറെ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ എന്താണ്, രാജു വെള്ള നിറത്തിലുള്ള രാജു വെള്ളയാണ്, രാമുവും വെള്ളയാണ്. രാജുവും രാവും പഠിക്കുന്നത് +2-ലാണ്. അപ്പോൾ എല്ലാ +2 വിദ്യാർത്ഥികളും വെള്ളയാണ്. അത് ശരിയല്ല, പക്ഷെ അങ്ങനെ എന്ത് ചെയ്യാം? ജനറൽ സ്പെസിഫിക് ടു ജനറൽ എന്താണ് കൺക്ലൂഷനിൽ എത്തിച്ചേർന്നതിനാണ് എന്ത് പറയാം? ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയാം. ഓക്കെ, ഡിഡക്റ്റീവ് റീസണിങ്ങും ഇൻഡക്റ്റീവ് റീസണിങ്ങും. ഇനി അതുമായി പിന്നെ അഗസ്റ്റേ കോംറ്റെ നമുക്ക് നോക്കാം. അഗസ്റ്റേ കോംറ്റെ നമുക്കറിയാം സോഷ്യോളജിയുടെ ഫാദറാണ്. സോഷ്യോളജി എന്ന് പറഞ്ഞ ടേം കൊണ്ടുവന്നത് ആരാണ്? അഗസ്റ്റേ കോംറ്റെ ആണ്. അദ്ദേഹം ഫൗണ്ടറാണ്. അദ്ദേഹത്തിൻ്റെ പോസിറ്റീവിസം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. പോസിറ്റീവിസത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സോഷ്യോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യോളജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലക്ഷ്യം യഥാർത്ഥത്തിൽ ഒരു വിഷയത്തിൻ്റെ കാരണം കണ്ടെത്തുക എന്നത് മാത്രമല്ല സോഷ്യോളജീൻ്റെ ലക്ഷ്യം. സോഷ്യോളജീൻ്റെ ലക്ഷ്യം ഒരു യൂണിവേഴ്സൽ ലോ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ലോ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് എന്താണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ എന്താ പറയുക? ഗ്രാവിറ്റി ഗുരുത്വാകർഷണ ബലം എന്ന നിയമം നമുക്കറിയാം. അതൊരു സയൻറ്റിഫിക് ലോ ആണ്. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യും? ആപ്ലിക്കബിൾ ആവും. ചില പ്രത്യേക സ്ഥലങ്ങളിൽ അതിന് കൂടുതലും കുറവൊക്കെ ഉണ്ടാവും. എങ്കിലും എന്താണ് യൂണിവേഴ്സൽ ലോ ആണെന്ത്? ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ. അതുപോലെ സയൻസിൽ വരുന്ന എല്ലാ നിയമങ്ങളും യൂണിവേഴ്സൽ ലോ ആണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും അത് ആപ്ലിക്കബിൾ ആവും. അതേപോലെ തന്നെ സോഷ്യോളജിയിൽ വരുന്ന നിയമങ്ങളും യൂണിവേഴ്സലി ആപ്ലിക്കബിൾ ആവണം എന്നതാണ് ആര് പറഞ്ഞത്? ആരുടെ ആഗ്രഹം? ആര് ലക്ഷ്യം വെച്ചത്? അഗസ്റ്റേ കോംറ്റെ ലക്ഷ്യം വെച്ചത്. അത് അദ്ദേഹം പറയുന്നതാണ്, സോഷ്യോളജി നമുക്ക് ഒബ്സർവ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും അതുപോലെ കമ്പയർ ചെയ്യാനും സാധിക്കണം. സോഷ്യോളജിക്കൽ സ്റ്റഡിയിലൂടെ പോസിറ്റീവിസത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? സൊസൈറ്റിയിലെ എന്താണ് സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ചും സാമൂഹ്യ സാഹചര്യങ്ങളെക്കുറിച്ചും സോഷ്യൽ പ്രോസസ്സിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഒബ്സർവ് ചെയ്യാനും എക്സ്പെരിമെൻ്റ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനും കമ്പയർ ചെയ്യാനും എന്ത് ചെയ്യും? സാധിക്കുമെന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. പിന്നെ അതുപോലെ അദ്ദേഹത്തിൻ്റെ ലോ ഓഫ് 3 സ്റ്റേജസ് എവല്യൂഷനെ കുറിച്ച് പറയുന്നുണ്ട്. എവല്യൂഷൻ സൊസൈറ്റി എവല്യൂഷൻ അതായത് പരിണമിച്ചു വന്ന 3 സ്റ്റേജിലൂടെയാണ്. അതിന് ലോ ഓഫ് 3 സ്റ്റേജസ് എന്ന് പറയും. നേരത്തെ പറഞ്ഞു. ഫസ്റ്റ് സ്റ്റേജാണെന്ത്? തിയോളജിക്കൽ സ്റ്റേജ്. രണ്ടാമത് മെറ്റാഫിസിക്കൽ സ്റ്റേജ്. മൂന്നാമത്തത് പോസിറ്റീവ് സ്റ്റേജ്. തിയോളജിക്കൽ സ്റ്റേജിൽ എല്ലാം റിലീജിയൻ്റെ ബേസിലായിരിക്കും. മെറ്റാഫിസിക്കൽ സ്റ്റേജിൽ എല്ലാം എന്താണ് ഊഹങ്ങളുടെയും ബേസിലായിരിക്കും. പോസിറ്റീവ് സ്റ്റേജിൽ സയൻസിൻ്റെ ബേസിലായിരിക്കും, ഫിലോസഫിയുടെ ബേസിലായിരിക്കും മെറ്റാഫിസിക്കൽ സ്റ്റേജ്. ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ലോ ഓഫ് 3 സ്റ്റേജിൽ പറയുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ എമിലി ദർക്കീമിൻ്റെ സോഷ്യൽ ഫാക്ട് എന്ന് പറഞ്ഞ തിയറി പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഹെർബർട്ട് സ്പെൻസറിൻ്റെ എന്താണ് തിയറി പറയുന്നുണ്ട്. ഇതൊക്കെ ഇതിൽ വരുന്നത് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് തൊട്ടടുത്ത പാഠങ്ങളിലായിട്ട് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. അടുത്ത് എംപിരിക്കൽ അപ്രോച്ച്. എന്താണ് എംപിരിസിസം? എംപിരിക്കൽ അപ്രോച്ച്. എംപിരിസം എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങൾ. ഇപ്പോൾ നമ്മൾ സയൻസിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? സയൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്? സയൻസ് ഒരു കാര്യം പറയുന്നത്. ഇപ്പോൾ ഗുരുത്വാകർഷണ ബലം എന്തിൻ്റെ ബേസിലാണ്? എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്? ഗുരുത്വാകർഷണ ബലം ഡിഫൈൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ സോഷ്യോളജി എന്ത് ചെയ്യും? എക്സ്പീരിയൻസ് ബേസ്ഡ് നോളജ്, അതായത് സെൻസസ് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു നോളജാണ് സമൂഹത്തിലെ നോളജും എന്നും പറയുന്നതിനെയാണ് എംപിരിസിസം എന്ന് പറയാം. എംപിരിസിസം എന്ന് പറഞ്ഞാൽ എന്ത് വിഷയവും നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ കഴിയും. ഓക്കെ,
ഇതാണ് എംപിരിസിസം. ഇതുമായി ബന്ധപ്പെട്ട് ഫീൽഡ് വർക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഫീൽഡ് വർക്ക് എന്ന് പറഞ്ഞ വാക്ക് നമുക്ക് അടുത്ത ടോപ്പിക്കിൽ പറയാം. പഴയ കാലത്ത് എന്ത് ചെയ്യുന്നു, ആം ചെയർ സോഷ്യോളജിസ്റ്റ് ഉണ്ടായിരുന്നു. ആം ചെയർ സോഷ്യോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് നമ്മൾ ഓൾറെഡി എന്താ പറഞ്ഞത്, അവരൊരു കസേര ഉണ്ടാവും, ആ കസേരയിൽ എന്ത് ചെയ്യും, അവരിയ്ക്കും, ഇരുന്നിട്ട് എന്ത് ചെയ്യും, അവർ പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ പുസ്തകം നോക്കിയിട്ട് എന്ത് ചെയ്യും, ഓരോ സൊസൈറ്റിയിലും എന്തൊക്കെ നടക്കുന്നുണ്ട് അവർ മനസ്സിലാക്കും, അതിനെക്കുറിച്ച് അവർ ഡിഫൈൻ ചെയ്യും. എന്നാൽ ഈ ആംഷയ സോഷ്യോളജിസ്റ്റ്, ചാരു കസേര പണ്ഡിതന്മാർ അതിൽ നിന്ന് മാറിയിട്ട് ഫീൽഡ് വർക്കേഴ്സ് എന്ത് ചെയ്തു, രംഗത്ത് വന്നു. ഇവരാണ് എംപിരിസിസത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയത്. എംപിരിസിസം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയമായ രീതിയിൽ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുകയും അതിലൂടെ എന്താണ് ഡയറക്റ്റ് എക്സ്പീരിയൻസിലൂടെ, ഡയറക്റ്റ് ഒബ്സർവേഷനിലൂടെ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുക എന്നാണ് ഇവരുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഓക്കെ, ഇവരുടെ ഒരു പ്രത്യേകത, ഇവർക്ക് ഒരുപാട് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഫസ്റ്റ് പ്രത്യേകതയാണ് ഡൗട്ട് എവറിത്തിങ്. സൊസൈറ്റിയിൽ എന്ത് കാര്യം കാണുകയാണെങ്കിലും അതിനൊക്കെ സംശയത്തോടു കൂടിയാണ് എന്ത് ചെയ്ത് നോക്കുക. സോഷ്യൽ ഫാക്ട്, സൊസൈറ്റിയിലെ സോഷ്യൽ ഇഷ്യൂസ്, ഇതൊക്കെ എവിഡൻസ് ബേസ്ഡ് നോളജ് ആയിട്ട് മാറണം. എല്ലാം ഇൻഫോർമേഷൻ ആണല്ലേ, പക്ഷേ ചില ഇൻഫോർമേഷന് തെളിവുണ്ടാവില്ല. അപ്പോൾ ഈ തെളിവില്ലാത്ത ഇൻഫോർമേഷന് എവിഡൻസ് കണ്ടെത്താൻ എന്ത് സഹായിക്കും, ഈ ഡൗട്ട്, സംശയത്തിന് സഹായിക്കും. അതുപോലെ തന്നെ എത്തനോസെൻട്രിസം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ, +2 ഡിഗ്രിയിലൊക്കെ. എത്തനോസെൻട്രിസം എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വന്തം സൊസൈറ്റി സ്വന്തം കൾച്ചറും സൊസൈറ്റിയും ഏറ്റവും ബെറ്റർ ആണെന്നും മറ്റതൊക്കെ മോശമാണെന്നുള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറയാം എത്തനോസെൻട്രിസം എന്ന് പറയാം. ഇതിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് കൾച്ചറൽ റിലേറ്റിവിസം എന്ന പേഴ്സ്പെക്റ്റീവുള്ള ആൾക്കാരായിരിക്കും ആരും, എംപിരിസ്റ്റുകളായ ആൾക്കാർ. ഇവരെല്ലാ കൾച്ചറിനെയും എന്താണ് ഒരു ഡിഫറൻ്റ് ആയിട്ടും വ്യത്യസ്തമായിട്ടും വിഭിന്നമായിട്ടും കാണും. ഒന്നിനും താഴെയും മുകളിലും എന്ത് ചെയ്യില്ല, കണ്ട് നെഗറ്റീവായിട്ട് എന്ത് ചെയ്യില്ല, ഡിഫൈൻ ചെയ്യില്ല. ഇതൊക്കെയായിരുന്നു ഇവിടെ പ്രത്യേകത. ഓക്കെ, പിന്നെ പക്ഷേ ഈ നമ്മൾ പറഞ്ഞു എംപിരിക്കൽ അപ്രോച്ചിൽ, എംപിരിസിസം എന്തും സയൻറ്റിഫിക് സ്റ്റഡിയാണല്ലേ, സയൻസിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പഠനമാണ് എംപിരിസിസത്തിൽ ഉണ്ടാവുക. പക്ഷെ അതിന് ഒരുപാട് ന്യൂനതകളുണ്ട്. കാരണം മനുഷ്യരെയാണല്ലോ പഠിക്കുന്നത്. മനുഷ്യരെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ന്യൂനതകളുണ്ട്. അതിലൊന്നാമത്താണ് സബ്ജക്റ്റിവിറ്റി. സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, പല കാര്യങ്ങളും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന രീതിയിലായിരിക്കില്ല യഥാർത്ഥത്തിൽ ഉണ്ടാവുക. ഇപ്പോൾ നമ്മുടെ ഒരു ഫാമിലി 2 മക്കളുണ്ട്, ഫാദറുണ്ട്, മദറുണ്ട്, 2 മക്കളുണ്ട്, സന്തോഷത്തോടെ ജീവിക്കുന്നു എന്ന് പറയാം. പക്ഷെ അവരുടെ ഉള്ളിലുള്ള കാഴ്ചപ്പാട്, തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ്, അതൊന്നും ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡയറക്റ്റ് ഒബ്സർവേഷനിലൂടെ മനസ്സിലാക്കാൻ പറ്റില്ല. അവരെ ഉള്ളിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ എന്ത് സാധ്യമല്ല, ശാസ്ത്രീയമായ പഠനത്തിന് സാധ്യമല്ല. കാരണം എന്താണ്, ഓരോ പ്രവർത്തനങ്ങൾക്കും ഓരോ കൾച്ചറിൽ വ്യത്യസ്ത മീനിങ് ആയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എത്തിക്സ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് കോഡ് ഓഫ് കണ്ടക്റ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ ആളുകളോടുമായിട്ട് പെരുമാറുന്ന സമയത്ത് എല്ലാ ആളുകളും ന്യൂട്രലായിട്ട് പെരുമാറണം. നമുക്കൊരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ആ പേഴ്സ്പെക്റ്റീവിൻ്റെ ബേസിൽ എല്ലാവരെയും ഒരുപോലെ ഒബ്സർവ് ചെയ്യുക. ഒരാളെയും എന്ത് ചെയ്യാൻ പാടില്ല, ഒരാളെയും പ്രയാസപ്പെടുത്താത്ത രീതിയിൽ എന്ത് ചെയ്യണം, ഡാറ്റ കളക്ട് ചെയ്യണം. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച്, ഒരു കാസ്റ്റിനെ കുറിച്ചോ, ഒരു എന്താണ് എന്തെങ്കിലും ഒരു സങ്കീർണമായ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുക. അപ്പോൾ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഒരു ഇഷ്യൂ, വളരെ ഗൗരവമേറിയ ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിച്ചും സൂക്ഷ്മമായിട്ടും എന്ത് ചെയ്യണം, പഠനം നടത്തണം. അല്ലെങ്കിൽ ഇതിന് ഇരയായ ആളുകളെ എന്ത് ചെയ്യും, ഇത് നെഗറ്റീവായിട്ട് ബാധിക്കുകയൊക്കെ ചെയ്യും. അതാണത്. പിന്നെ റിസർച്ചേഴ്സ് പൊസിഷൻ. ഇപ്പോൾ നമ്മൾ ഓരോ ആൾക്കാർക്കും, ഓരോ ഗവേഷകനും ഓരോ കാഴ്ചപ്പാടുണ്ടാവും. ജെൻഡർ ബേസ്ഡ് കാഴ്ചപ്പാടുണ്ടാവും, ഞാൻ സ്ത്രീയാണ്, പുരുഷനാണ്. ക്ലാസ് ബേസ്ഡ് കാഴ്ചപ്പാടുണ്ടാവും, ഞാൻ സമ്പന്നനാണ്, പാവപ്പെട്ടവനാണ്. ബാക്ക്ഗ്രൗണ്ട് ബേസ്ഡ് കാഴ്ചപ്പാടുണ്ടാവും, ഞാൻ ഇന്ന ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു. ഈ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റി നിർത്തി നിരീക്ഷിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, കൃത്യമായൊരു നോളജ് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ബയാസ്ഡ് ആവും. ഓക്കെ, ബയാസ്ഡ് ആവും. അപ്പോൾ ഇത് ഒരു അടുത്ത പ്രശ്നമാണത്, ബയാസ് എന്ന് പറഞ്ഞാൽ, റിസർച്ച് പൊസിഷൻ എന്ന് പറഞ്ഞാൽ. ഇതൊക്കെയാണ് നമുക്ക് സെക്കൻഡ് യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അടുത്ത തേർഡ് യൂണിറ്റിലേക്ക് പോവാം. തേർഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ മെയിനായിട്ട് എന്താണ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതാണ് നമുക്ക് അടുത്തതായിട്ട് നോക്കാനുള്ളത്. വാട്ട് ഈസ് തിയറി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ
തിയറി എ systematic way of explaining the world. Systematic way of explaining world. ഫാസ്റ്റിൽ എഴുതാണ്, നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ നോട്ടിലുണ്ട്, നിങ്ങൾ റെഫർ ചെയ്താൽ മതി. ഞാൻ ഫാസ്റ്റിൽ എഴുതാണ്, സാവധാനത്തിൽ എഴുതി കഴിഞ്ഞാൽ നമ്മളെ വീഡിയോയുടെ ലെങ്ത്ത് ആവശ്യമില്ലാതെ കൂടും, അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ട് വരും. ഓക്കെ, അപ്പോൾ വേ ഓഫ് എക്സ്പ്ലെയിനിങ് ഒരു വേൾഡ്, സൊസൈറ്റിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഒരു വേ ആണെന്ത് യഥാർത്ഥത്തിൽ തിയറി എന്ന് പറയുന്നത്. തിയറി ഒരുപാട് ഓർഗനൈസ്ഡ് നോളജ്, ഒരുപാട് കൂട്ടം ഇൻഫോർമേഷൻസ് കൂടിയതാണ്. തിയറിയിലൂടെ ഒരു വിഷയം എക്സ്പ്ലെയിൻ ചെയ്യും, ഒരു വിഷയം പ്രെഡിക്റ്റ് ചെയ്യും, ഒരു വിഷയം എന്ത് ചെയ്യും, വെരിഫിക്കേഷനും ഉണ്ടാവും അതിലൂടെ. അപ്പോൾ സൊസൈറ്റിയിൽ എന്ത് ചെയ്യും, തിയറിയിലൂടെ എന്ത് ചെയ്യും, ഒരുപാട് കൺസെപ്റ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്യും. കൺസെപ്റ്റുകൾ ഇപ്പോൾ ഇത് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറഞ്ഞിട്ട് തിയറിയുടെ പ്രധാനപ്പെട്ട ബിൽഡിംഗ് ബ്ലോക്കിലൊന്നാണെന്ത് കൺസെപ്റ്റ്. കൺസെപ്റ്റിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് MSO 001 പറഞ്ഞതാണ്. കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ ആശയത്തെ ചുരുക്കി പറയുന്നതിനാണെന്ന് പറയാം കൺസെപ്റ്റ് എന്ന് പറയാം. കൺസെപ്റ്റ് രണ്ട് തരത്തിലുള്ള കൺസെപ്റ്റ് ഉണ്ട്. കോൺക്രീറ്റ് കൺസെപ്റ്റ്, പിന്നെന്താണ് അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ്. അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കാണാനോ തൊടാനോ കഴിയാത്ത, വ്യാഖ്യാനിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന കൺസെപ്റ്റിനാണെന്ന് പറയാം അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ്. കോൺക്രീറ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കാണാനും തൊടാനും കഴിയും. ഉദാഹരണമാണ് ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഒരു വാക്ക്, ഡെമോക്രസി. ഒരു വാക്കിലൂടെ ഒരുപാട് ആശയങ്ങൾ പറയുന്നുണ്ടല്ലേ, ജനങ്ങളുടെ അവകാശങ്ങൾ, കടമകൾ, ജനപ്രതിനിധികൾ, ഭരണഘടന, ഒരുപാട് വിഷയങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വാക്കാണെന്ത് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ. അതൊരു കൺസെപ്റ്റാണ്, അതൊരു അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റാണ്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാനോ തൊടാനോ കഴിയില്ല. അതുപോലെ കോൺക്രീറ്റ് കൺസെപ്റ്റ്, ബസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ബസ് എന്ന് പറഞ്ഞാൽ അതിനെ ആ ബസ്സിൽ ഒരുപാട് വിഷയങ്ങൾ അടങ്ങിയിട്ടുണ്ട്. 4 ചക്രമുള്ള, ഒരുപാട് ആളുകളെ ഉൾക്കൊള്ളുന്ന, ചിലവ് കുറഞ്ഞ ഒരു യാത്രാ മാർഗ്ഗമാണ് ബസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഒരു വിശാലമായ ആശയത്തെ ചുരുക്കി പറയുന്ന വാക്കുകളാണ് കൺസെപ്റ്റ് എന്ന് പറയാം. ഈ കൺസെപ്റ്റുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് എന്തിൽ നോക്കുന്നത്, തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ പ്രധാനമായിട്ട് രണ്ട് തരത്തിലുള്ള കൺസെപ്റ്റുകളുണ്ട്. എന്താണ് കൺസെപ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, കൺസെപ്റ്റുകൾക്ക് ഒന്നിലധികം വാല്യൂസ് കൊടുത്താൽ വേരിയബിൾ ആവുമെന്ന് നമ്മൾ നേരത്തെ പറയുന്നു. കൺസെപ്റ്റ് ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഏജ് എന്ന് പറഞ്ഞാൽ ഒരു കൺസെപ്റ്റാണ്. 1 മുതൽ 10 വയസ്സ് വരെ ഏജ് എന്ന് പറഞ്ഞാൽ ഇത് വേരിയബിളായി. 1, 2, 3, 4, 5 ഇങ്ങനെ 10 വരെ ഉള്ള വേരിയബിളായി എന്തിൽ, കൺസെപ്റ്റിൽ. അപ്പോൾ കൺസെപ്റ്റിന് ഒന്നിലധികം വാല്യൂസ് കൊടുത്താൽ വേരിയബിളായി മാറി. അപ്പോൾ ഒന്നിലധികം വേരിയബിൾ തമ്മിലുള്ള റിലേഷൻസ് ആണ് എന്തിലൂടെ പഠിക്കുന്നത്, തിയറിയിലൂടെ പഠിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയാം, പച്ചക്കറി കഴിച്ചാൽ ആരോഗ്യം മെച്ചപ്പെടുമോ? അപ്പോൾ പച്ചക്കറി എന്നത് എന്താണ്, ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്. ഓക്കെ, ആരോഗ്യം എന്നത് ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. ഈ പച്ചക്കറിയും ആരോഗ്യവും ഡിപ്പെൻഡൻറ്റ് വേരിയബിളും ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും തമ്മിലുള്ള റിലേഷനാണ് എന്തിലൂടെ പഠിക്കുന്നത്, ഒരു തിയറിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പ്രധാനമായി 2 തരത്തിലുള്ള തിയറികളുണ്ട്. ഗ്രാൻഡ് തിയറി ഉണ്ട്, അതുപോലെ തന്നെ മിഡിൽ റേഞ്ച് തിയറി ഉണ്ട്. ഗ്രാൻഡ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ലോകത്തിലെ എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ഉൾക്കൊള്ളുന്ന ഒരു വലിയ തിയറിക്കാണ് എന്താ പറയുക, ഗ്രാൻഡ് തിയറി എന്ന് പറയാം. എവല്യൂഷണറി തിയറി, മനുഷ്യപരിണാമം, മനുഷ്യനൊരു ഏകകോശ ജീവിയായിരുന്നു, പിന്നെ ബഹുകോശ ജീവിയായി, പിന്നെ അങ്ങനെ മൃഗങ്ങളായി, വെള്ളത്തിൽ ജീവിക്കുന്ന ജീവിയായി, കരയിൽ ജീവിക്കുന്ന ജീവിയായി, ചിമ്പാൻസിയായി, കുരങ്ങനായി, മനുഷ്യനായി എന്നൊക്കെ പറയുന്ന തിയറി എന്താ, അതൊരു എവല്യൂഷണറി തിയറി. അതിലെല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട്. അതെന്താണ്, ഒരു ഗ്രാൻഡ് തിയറിയാണ്. മിഡിൽ റേഞ്ച് തിയറി എന്ന് പറഞ്ഞാൽ എല്ലാ തിയറികളെയും ഉൾക്കൊള്ളില്ല, ഏതെങ്കിലും ചെറിയൊരു തിയറി ഉൾക്കൊള്ളുന്നതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ എമിലി ദർക്കീമിൻ്റെ ഒരു തിയറിയാണ്. ഓക്കെ, അത് പറയുന്നത് വെച്ചാൽ ആത്മഹത്യയുടെ കാരണം സമൂഹമാണെന്നാണ് അത് വിശദീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു. പിന്നെ സൊസൈറ്റിക്ക് എന്തുണ്ട്, റിസർച്ചിന് ഒരുപാട് വാല്യൂസ് ഉണ്ട്. ഈ വാല്യൂസിൻ്റെ ബേസിലായിരിക്കണം എന്ത് ചെയ്യുക, റിസർച്ച് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ അതൊക്കെ പറഞ്ഞു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകും, തിയറിറ്റിക്കൽ അനാലിസിസ്. തിയറിറ്റിക്കൽ അനാലിസിസ് വ്യത്യസ്ത തരത്തിലുള്ള തിയറികൾ ഉണ്ട്.
തിയറികൾ തന്നെ വ്യത്യസ്ത തരത്തിലുണ്ട്. ആദ്യമായി ഈ തിയറികൾ എങ്ങനെ ഡെവലപ്പായി വന്നു? പഴയകാല തിയറികൾ ഏതൊക്കെയായിരുന്നു? തിയറികൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത് 19-ാം നൂറ്റാണ്ടിലാണ്. ഓക്കെ, അതിനു മുമ്പ് തിയറികൾ ഉണ്ടായിരുന്നെങ്കിലും സയൻറ്റിഫിക് തിയറികൾ കുറവായിരുന്നു. ആദ്യമായി ഉയർത്തിരുന്ന വലിയ തിയറികൾ എന്താണ്? എവല്യൂഷണറി തിയറിയാണ്. എവല്യൂഷണറി തിയറി ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം എന്താണ് മാക്സ് വെബറിൻ്റെ തിയറി എന്താണ്? സിമ്പിൾ സൊസൈറ്റി, കോമ്പൗണ്ട് സൊസൈറ്റി, ഡബിളി കോമ്പൗണ്ട് സൊസൈറ്റി, ട്രിപ്പിളി കോമ്പൗണ്ട് സൊസൈറ്റി എന്നൊക്കെ പറയുന്നത് അതൊരു എന്താണ്? എവല്യൂഷണറി തിയറിയാണ്. സിമ്പിൾ സൊസൈറ്റിയിൽ നിന്ന് കോമ്പൗണ്ട് സൊസൈറ്റിയിലേക്ക് മാറി, കോമ്പൗണ്ടിൽ നിന്ന് ഡബിൾ കോമ്പൗണ്ടിലേക്ക് മാറി, അതിൽ നിന്ന് ട്രിപ്പിളി കോമ്പൗണ്ടിലേക്ക് പോയി. ഈ തിയറി ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. ഇതെന്താണ്? ഒരു എവല്യൂഷണറി തിയറിയാണ്. ഇത്തരം തിയറികളാണ് പഴയ കാലത്ത് ഉണ്ടായിരുന്ന തിയറികൾ. പിന്നീട് വന്നൊരു തിയറിയാണ് ഫങ്ഷണലിസ്റ്റ് തിയറി. ഫങ്ഷണലിസ്റ്റ് തിയറി എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിക്ക് എന്തുണ്ട്? ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. ആ സ്ട്രക്ചറിന് ഒരു ഫങ്ഷൻ ഉണ്ടായിരിക്കും. ഈ ഫങ്ഷൻ നിലനിർന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? സൊസൈറ്റി നിലക്കുള്ളൂ എന്നൊരു ഇതാണെന്ത്? ഫങ്ഷണലിസ്റ്റ് തിയറി. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ സൊസൈറ്റിയിൽ എന്തുണ്ട്? ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഇതൊരു സൊസൈറ്റിയാണെന്ന് കരുതാം. അതിലൊരുപാട് ഭാഗങ്ങളുണ്ട്. ഫാമിലി, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഗവൺമെൻറ്. ഫാമിലിയും ഗവൺമെൻറ്റും എഡ്യൂക്കേഷനും ഹെൽത്തും ഒക്കെ നിലനിന്നാൽ എന്ത് ചെയ്യുള്ളൂ? സൊസൈറ്റി നിലനിൽക്കുള്ളൂ. ഇതുപോലെ ഒരു ജീവിക്ക് വ്യത്യസ്ത അവയവങ്ങളുണ്ട്. ഓരോ അവയവത്തിനും ഓരോ ഫങ്ഷൻ ഉണ്ടാവും അല്ലേ? ഇപ്പോൾ ആനയാണ് അത് കിട്ടുക. ആനക്ക് എന്തുണ്ട്? തുമ്പിക്കൈയുണ്ട്, കാലുണ്ട്, അതുപോലെ കണ്ണുണ്ട്, വാലുണ്ട്. ഈ തുമ്പിക്കൈ കൊണ്ടൊരു കാര്യം ചെയ്യുന്ന ഒരു ഫങ്ഷൻ ഉണ്ട്, കാലിനൊരു ഫങ്ഷൻ ഉണ്ട്, കയ്യിനൊരു ഫങ്ഷൻ ഉണ്ട്, കണ്ണിനൊരു ഫങ്ഷൻ ഉണ്ട്. അതുപോലെ ഈ ജീവി എന്ന നിലയിൽ ഇതൊക്കെ ഒന്നാണ് അല്ലേ? അതേപോലെ തന്നെ എന്താണ്? സൊസൈറ്റിക്കും ഓരോ വ്യത്യസ്ത ഭാഗമാണെങ്കിലും ഒന്നാണ്, അതിനൊരു ഫങ്ഷൻ ഉണ്ട് എന്നാണ് ഇത് പറയുന്നത്. പിന്നെ മറ്റു തിയറി, പ്രധാനപ്പെട്ട തിയറിയാണ് കോൺഫ്ലിക്റ്റ് തിയറി. കാൾ മാർക്സിൻ്റെ കോൺഫ്ലിക്റ്റ് തിയറി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ്? രണ്ട് കോൺഫ്ലിക്റ്റ്, ഹാവ്സും ഹാവ് നോട്ട്സും, ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സംഘർഷമാണ് കോൺഫ്ലിക്റ്റ് തിയറിയിൽ പറയുന്നത്. ഉള്ളവൻ ഇല്ലാത്തവനെ ചൂഷണം ചെയ്യും. പിന്നെ റെവല്യൂഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ MSO 001 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൂടുതലായിട്ട് വിശദീകരിക്കണില്ല. പിന്നെ പോസ്റ്റ് മോഡേണിസം എന്ന് പറഞ്ഞാൽ ഒരു തിയറി പറഞ്ഞതാണ് എല്ലാ ആശയങ്ങളും ഒരു സിംഗിൾ ട്രൂത്ത് അല്ല. ലോകത്തുള്ള നമ്മൾ ഈ കാണുന്ന കേൾക്കുന്ന എല്ലാം ശരിക്കും ഒരു ട്രൂത്ത് അല്ല. അതൊക്കെ ഒരു ഓതർ അയാളുടെ കാഴ്ചപ്പാട് പറയണം. ഞാൻ കാണുമ്പോൾ എനിക്ക് വേറെ രീതിയിലാണ് കാണാം, നിങ്ങൾ കാണുമ്പോൾ വേറെ രീതിയിലാണ് കാണാം. ഒരു ടെക്സ്റ്റിനെ ഒരു ഓതർ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു, അതാണ് യഥാർത്ഥത്തിൽ ഓരോ തിയറികളും. അതിൽ മാറ്റങ്ങൾ വരാം എന്ന് പറയുന്നുണ്ട്. പോസ്റ്റ് മോഡേണിസത്തിൽ പറയുന്നുണ്ട് എല്ലാ ആശയങ്ങളും ശരിക്കും എന്തല്ല, ഒരു ട്രൂത്ത് അല്ല, സിംഗിൾ ഐഡിയ അല്ല എന്നാണ് ഇതിൽ പറയുന്നത്, പോസ്റ്റ് മോഡേണിസത്തിൽ പറയുന്നത്. പിന്നെ അടുത്താണ് എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് നോളജ്. ഓക്കെ, നമ്മൾ അറിവിനെക്കുറിച്ച്, നോളജിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണത് എപ്പിസ്റ്റമോളജി എന്ന് പറയാം. നമ്മൾ എങ്ങനെ അറിയുന്നു, നമ്മൾ എന്തുകൊണ്ട് അറിയുന്നു, എങ്ങനെ അറിയുന്നു, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് നോളജിൽ വരുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് എപ്പിസ്റ്റമോളജിയിൽ പ്രധാനമായും 3 കൺസെപ്റ്റ് ഉണ്ട്. റാഷണലിസം എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. റാഷണലിസം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഉദാഹരണമായിട്ട് ഇപ്പോൾ സെൻസസിനേക്കാൾ, പഞ്ചേന്ദ്രിയങ്ങളെക്കാൾ തോട്ട്സിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒന്നാണ് റാഷണലിസം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തിനും പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ട് എങ്കിലും ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാളുടെ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ബ്രെയിനിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്. അതിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്? ആ വ്യക്തി കാര്യങ്ങൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന പറയുന്ന ഒരു തിയറിയാണിത് റാഷണലിസം എന്ന് പറയുന്ന തിയറി. അതുപോലെ തന്നെ എംപിരിസിസം പറയുന്നത് ഇതിന് നേരെ തിരിച്ചാണ്. എക്സ്പീരിയൻസ് ബേസ്ഡ് നോളജ് എന്ന് പറഞ്ഞാൽ എന്തും അറിയുന്നത്, ഇൻഫോർമേഷൻ കംസ് ഫ്രം എക്സ്പീരിയൻസ്.
ഇൻഫോർമേഷൻ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അറിയുന്നതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫോർമേഷൻ വരുന്നത് എന്ന് പറയുന്ന ഒരു തിയറിയാണിത്. എന്ത് തിയറി? ഈ എംപിരിസിസം എന്ന് പറഞ്ഞ തിയറി. ഓക്കെ, അടുത്തതാണ് ഐഡിയലിസം. ഇമ്മാനുവൽ കാന്തിൻ്റെ ഒരു തിയറിയാണ് ഐഡിയലിസം എന്ന് പറഞ്ഞ തിയറി. ഇദ്ദേഹം ഇതിൽ പറയുന്നത് മൈൻഡിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഇതാണ്. മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാങ്ക് സ്ലേറ്റ് അല്ല. മൈൻഡിൽ ഒരു സ്ട്രക്ചർ ഉണ്ട്. ഈ സ്ട്രക്ചർ ഒരു പ്രീ എക്സിസ്റ്റിംഗ് കാറ്റഗറീസ് ഉണ്ട്. അതായത് ഒരു സ്ട്രക്ചർ ഉണ്ട്, അത് സ്പേസിനെ കുറിച്ചും ടൈമിനെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. ഈ സ്പേസിൻ്റെയും ടൈമിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുന്ന നമ്മളെ പേഴ്സ്പെക്റ്റീവാണ് എന്ത് ചെയ്യുന്നത്, ഇൻഫോർമേഷനായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് എന്ത് പറയുന്നത്, ഇമ്മാനുവൽ കാന്ത് പറയുന്നത്. പിന്നെ അടുത്തതാണ് ഫിനോമിനോളജി. ഫിനോമിനോളജിയും യഥാർത്ഥത്തിൽ എക്സ്പീരിയൻസ് ബേസ്ഡ് ആണ്. നമ്മുടെ എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ്, നമ്മുടെ ഡെയിലി എക്സ്പീരിയൻസിൻ്റെ ബേസിലാണ് നമ്മൾ ഇൻഫോർമേഷൻസ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഗാദർ ചെയ്യുന്നത്. ഓരോ ദിവസവും നമ്മളിങ്ങനെ ജീവിക്കുന്നതിനനുസരിച്ച് ഒരുപാട് പുതിയ പുതിയ എക്സ്പീരിയൻസ് നമുക്ക് വരും. ഈ എക്സ്പീരിയൻസ് എന്ത് ചെയ്യും, നമ്മളെ പുതിയ അറിവുകൾ ശേഖരിക്കാൻ സഹായിക്കുന്നു എന്ന് പറയുന്നു. പിന്നെ അടുത്ത ടോപ്പിക്കാണ് ഫിലോസഫി ഓഫ് സയൻസ്. മോഡേൺ സയൻസ്. മോഡേൺ സയൻസിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. എന്താണ് സോഷ്യോളജി? സോഷ്യൽ സയൻസ് എന്നത് ഒരു ഒബ്ജക്റ്റീവ് സയൻസ് ആണ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് ഇവിടെ പറയുന്നുണ്ട്. എംപിരിസം എന്ന കൺസെപ്റ്റ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ശാസ്ത്രീയമായിട്ട് ഒബ്സർവബിളായിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒന്നാണിത് സൊസൈറ്റി എന്ന് പറയുന്നത്. അല്ലാതെ നമ്മളെ മൈൻഡ് കൊണ്ട് വ്യാഖ്യാനിച്ചെടുക്കുന്ന ഒന്നല്ല എന്നാണ് എംപിരിസിസം പറയുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ എംപിരിസിസത്തിനെതിരായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യുക്തിക്ക് പ്രാധാന്യം നൽകുന്ന പേഴ്സ്പെക്റ്റീവാണ്, മൈൻഡിന് പ്രാധാന്യം നൽകുന്ന പേഴ്സ്പെക്റ്റീവാണെന്ത് റാഷണലിസം എന്ന് പറയുന്നത്. ഇതിൽ ഈ പാഠത്തിൽ പറയുന്നത് മെയിനായിട്ട് പറയുന്നത് മോഡേണിറ്റി. 19-ാം നൂറ്റാണ്ടിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഡസ്ട്രിയലൈസേഷൻ, ഫ്രഞ്ച് വിപ്ലവം, റിനൈസൻസ്, ഇതൊക്കെ വന്നപ്പോൾ മോഡേണിറ്റി സൊസൈറ്റിയിലേക്ക് വന്നു. ഈ മോഡേണിറ്റീൻ്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തു വന്നതാണ് സോഷ്യോളജി എന്നാണ് ഇതിൽ പറയുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് സൊസൈറ്റി ഡെവലപ്പ് ചെയ്തു, സയൻസ് ഡെവലപ്പ് ചെയ്തു. ഇതിൻ്റെ ഭാഗമായിട്ട് ശാസ്ത്രീയമായിട്ട് ഒരു സയൻറ്റിഫിക് ലോസ് ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എമിലി ദർക്കീമും കാൾ മാർക്സും ഒക്കെ എന്ത് ചെയ്തു, ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് സൊസൈറ്റി ഡെവലപ്പ് ചെയ്തത്. കാൾ പോപ്പർ പറയുന്നതൊക്കെ നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. തിയറി എന്ന് പറഞ്ഞാൽ ഫാൾസിഫൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് തിയറി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു തിയറി കണ്ടെത്തിയത് ഭാവിയിൽ എന്ത് ചെയ്യാൻ പറ്റും, അതിലുള്ള മിസ്റ്റേക്കുകൾ തിരുത്തിയിട്ട് പുതിയ തിയറി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള അതാണ് ഫാൾസിഫൈഡ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കണ്ടെത്തിയത് യഥാർത്ഥത്തിൽ ശരിയാവണമെന്നില്ല. ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ മറ്റൊരാൾ വന്നിട്ട് എന്ത് ചെയ്യും, അത് തിരുത്താം. ഇപ്പോൾ ഗുരുത്വാകർഷണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്ന തിയറിയാണ്. ഒരു പക്ഷേ അത് എന്ത് ചെയ്യാം, കുറച്ച് കാലം കഴിഞ്ഞാൽ അത് തിരുത്താം. അതുപോലെ മറ്റൊന്നാണിത് തോമസ് കുഹൻ്റെ പാരഡൈഗാം ഷിഫ്റ്റ് എന്ന് പറഞ്ഞ തിയറി കേട്ടോ. പാരഡൈഗാം എന്ന് പറഞ്ഞാൽ നമ്മൾ MSO 001 പറഞ്ഞതാണ്. പാരഡൈഗാം എന്ന് പറഞ്ഞ ഒരു പേഴ്സ്പെക്റ്റീവാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫങ്ഷണലിസം, മാർക്സിസം എന്നൊക്കെ പറഞ്ഞ ഒരു പേഴ്സ്പെക്റ്റീവാണ്. ഓരോ കാലഘട്ടത്തിലും എന്തുണ്ട്, പാരഡൈഗാം ഷിഫ്റ്റ് സംഭവിക്കാം. അതുപോലെ തന്നെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നിന്ന് മറ്റൊരു പേഴ്സ്പെക്റ്റീവിൽ ഒരു സഡൻ ചേഞ്ച് സൊസൈറ്റിയിൽ ഉണ്ടാവാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. പിന്നെ പോസിറ്റിവിസം ആൻഡ് ക്രിട്ടിക്സ്. പോസിറ്റിവിസം പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ. സോഷ്യോളജി എന്ന് പറയുന്നത് നാച്ചുറൽ സയൻസ് ആണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾ അഗസ്റ്റേ കോംപ്റ്റെയാണ്. അദ്ദേഹത്തിൻ്റെ ലോ ഓഫ് 3 സ്റ്റേജസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു. പിന്നെ എമിലി ദർക്കീം, അദ്ദേഹത്തിൻ്റെ തിയറി സോഷ്യൽ ഫാക്റ്റ് എന്ന് പറഞ്ഞ തിയറിയാണ്. സോഷ്യൽ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ വ്യക്തിക്ക് പുറത്തുള്ള എന്നാൽ വ്യക്തിയെ നിയന്ത്രിക്കുന്ന ഒരുപാട് സാമൂഹിക ഘടകങ്ങളുണ്ട്, ലോസ്, കസ്റ്റംസ്, ഇതൊക്കെയാണ് സോഷ്യൽ ഫാക്റ്റ് എന്ന് പറയാം. ഈ സോഷ്യൽ ഫാക്റ്റിനെ അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഇതാണ് ഓൾറെഡി നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ തിയറി ഭാഗങ്ങളൊക്കെ MSO 001 ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പോസിറ്റിവിസത്തിന് ഒരുപാട് ക്രിട്ടിക്സ് ഉണ്ട്. മെയിനായിട്ട് പറയുന്നത് എന്താണ്, ഹ്യൂമൻ കോൺഷ്യസിനെ കുറിച്ച് പറയുന്നത് സയൻറ്റിഫിക് സ്റ്റഡിയാണ്. മനുഷ്യൻ്റെ കാഴ്ചപ്പാട്, പേഴ്സ്പെക്റ്റീവ്, ഇതിനെക്കുറിച്ചൊന്നും ഇതിൽ പഠിക്കുന്നില്ല. അതുപോലെ തന്നെ ന്യൂട്രാലിറ്റി സംഭവിക്കുന്നില്ല. ഓരോരുത്തരെയും കാഴ്ചപ്പാടനുസരിച്ച് ഇത് എന്ത് ചെയ്യും, ഇത് റീഇൻറ്റർപ്രറ്റ് ചെയ്യാം.
എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ദോഷഫലങ്ങൾ. അടുത്താണെന്ത്? ഹെർമെനോസ്റ്റിക്സ്. ഹെർമെനോസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? തിയറി ആൻഡ് മെത്തേഡ് ബേസ്ഡ് ഓൺ ഇൻ്റർപ്രിട്ടേഷൻ. അത് എന്താണ്? ഒരു നോൺ പോസിറ്റിവിസ്റ്റ് അപ്രോച്ചാണ്. നോൺ പോസിറ്റിവിസ്റ്റ് അപ്രോച്ച്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്? ഒബ്ജക്റ്റീവ്സ് അല്ലേ? ഒബ്ജക്റ്റിവിറ്റി. ഇവിടെ പറയുന്നത് സബ്ജക്റ്റിവിറ്റിയാണ്. സബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ചുറ്റുപാടും കാണുന്ന കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ ശരിയല്ല. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ശാസ്ത്രീയമായിട്ട് വ്യാഖ്യാനിച്ച് മനസ്സിലാക്കണം. ഓരോ ചുറ്റുപാടുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുന്നതിലൂടെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയുന്നുണ്ട്. മാക്സ് വെബറൊക്കെ അതിൻ്റെ ആളാണ്. ഫസ്റ്റ് ഹാൻഡ് അപ്രോച്ച് എന്ന് പറഞ്ഞ അപ്രോച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അത് മാക്സ് വെബറിൻ്റെ ഫസ്റ്റ് ഹാൻഡ് അപ്രോച്ചൊക്കെ ഇത് ഇൻ്റർപ്രിട്ടേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട തിയറികളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? റെഫർ ചെയ്യുക. ഇതിൽ ഒരുപാട് കൺസെപ്റ്റ് ഇദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ശാസ്ത്രീയമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ലോകത്തിൻ്റെ ഏത് തിയറികൾ, ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്തുള്ള സൊസൈറ്റിയിലെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ വ്യാഖ്യാനിച്ചിടാൻ മനസ്സിലാക്കുക. എംപത്തറ്റിക് ലേസൺ. ഫാസ്റ്റിൽ ഇതാണ് എംപത്തറ്റിക് ലേസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ മറ്റൊരാളുടെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് മറ്റൊരാളെ മനസ്സിലാക്കുന്ന രീതിക്കാണ് എംപത്തറ്റിക് ലേസൺ എന്ന് പറയാം. ഇത് മാക്സ് വെബറിൻ്റെ ഒരു കൺസെപ്റ്റാണ്. ഐഡിയൽ ടൈപ്പൊക്കെ ഇതിൽ വരുന്നതാണ്. ഇതെന്ത് ചെയ്യാം? നിങ്ങൾ നോക്കുക. അടുത്താണ് കമ്പാരിറ്റീവ് മെത്തേഡ്. കമ്പാരിറ്റീവ് മെത്തേഡൊക്കെ വളരെ എളുപ്പമാണ്. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ താരതമ്യ പഠനം. സോഷ്യോളജി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ താരതമ്യ പഠനമാണെന്ന് എമിലി ദർക്കീം പറയുന്നുണ്ട്. ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് പല സോഷ്യൽ പല കാര്യങ്ങളെയും നമുക്ക് പുതിയ കാഴ്ചപ്പാടിലോ നോക്കി കാണാൻ കഴിയും. അതുപോലെ വ്യത്യസ്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പുതിയ നമുക്ക് മിസ്സിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇതൊക്കെ എന്ത് ചെയ്യും? ഇതിലൂടെ കമ്പാരിറ്റീവ് സ്റ്റഡിയിലൂടെ സാധ്യമാണ്. അതുപോലെ 19ാം നൂറ്റാണ്ടിലാണ് ഈ എവല്യൂഷണറി പെർസ്പെക്റ്റീവ് ആരംഭിച്ചത്. ഇതൊക്കെ ഇതിലുണ്ട്. പിന്നെ അടുത്തത് ഫെമിനിസ്റ്റ് അപ്രോച്ച്. ഇതിനെക്കുറിച്ച് നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഇവിടെ ജെൻഡറിൻ്റെ ബേസിലുള്ള ഒരു പെർസ്പെക്റ്റീവാണ് ഫെമിനിസ്റ്റ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ. ഇവിടെ എന്താണ്? പാട്രിയാർക്കൽ അസംഷനാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ചോദ്യം ചെയ്യുന്നത്. ഇവർ എസ്പെഷ്യലി മെയിൽ സെൻറ്റേർഡ്, മെയിൽ ഡോമിനേറ്റഡ് റിസർച്ചുകൾ എന്ത് ചെയ്യുന്നു? ഇത് ചെയ്യുന്നുണ്ട്. ഇവിടെ പറയുന്നത് സ്ത്രീകൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളെ കൂടി എന്ത് ചെയ്യണം? റിസർച്ചിൽ ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞതാണ്. ഇത് പഴയ കാലത്ത് ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്നാണ് ഇവരെ പ്രധാനപ്പെട്ട വിമർശനം. ഇവർ പബ്ലിക് സ്ഫിയർ, പ്രൈവറ്റ് സ്ഫിയർ എന്നൊക്കെ പറഞ്ഞ് രണ്ട് വേർതിരിക്കുകയും ഓരോ പ്രദേശങ്ങളിലുള്ള പൊളിറ്റിക്സ്, വർക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇവർ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ക്ലാസ്, കാസ്റ്റ്, റേസ്, ഇതൊക്കെ സ്ത്രീകളുടെ എക്സ്പീരിയൻസിനെ എങ്ങനെ ഷേപ്പ് ചെയ്യുന്നു, അവരുടെ ബിഹേവിയറിനെ എങ്ങനെ ഷേപ്പ് ചെയ്യുന്നു, ഈ കാര്യങ്ങളൊക്കെ എന്തിൽ പഠിക്കുന്നതാണ്? ഫെമിനിസ്റ്റ് പേഴ്സ്പെക്റ്റീവിൽ പഠിക്കുന്നതാണ്. ഓക്കെ. പിന്നെ അടുത്താണ് പാർട്ടിസിപ്പേറ്ററി മെത്തേഡ്. പാർട്ടിസിപ്പേറ്ററി മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഇത് പറയുന്നത് ഇവർ കാഴ്ചപ്പാട് പറയുന്നത് വെച്ചാൽ റിസർച്ചിൽ റിസർച്ച് എന്ത് ചെയ്യണം? പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഒരു സൊസൈറ്റീൻ്റെ ഭാഗമായി മാറണം. ഇതിലൂടെ ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റ്, എംപവർക്ക് എന്ത് ചെയ്യുന്നു? സഹായിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞൊരു തിയറിയാണിത്. ഇത് ഫെമിനിസ്റ്റ് അപ്രോച്ചുമായി ബന്ധപ്പെട്ട ഒരു യോജിപ്പുള്ള തിയറിയാണ്. ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് ടെക്നിക്സ് പറയുന്നുണ്ട്. പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രൈസൽ, റാപ്പിഡ് റൂറൽ അപ്രൈസൽ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഒരു സൊസൈറ്റീൻ്റെ ഭാഗമായിക്കൊണ്ട് അവരിൽ ഒരാളായിക്കൊണ്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്ന രീതിയാണ് പാർട്ടിസിപ്പേറ്ററി മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ടൈപ്സ് ഓഫ് റിസർച്ചാണ്. പലതരത്തിലുള്ള റിസർച്ച് മെത്തേഡുകളുണ്ട്. അതിലൊന്നാണ് ബേസിക് റിസർച്ച്, അപ്ലൈഡ് റിസർച്ച്. ബേസിക് റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം എടുക്കുന്ന റിസർച്ചിനെ ബേസിക് റിസർച്ച് എന്ന് പറയാം. അപ്ലൈഡ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു സ്പെസിഫിക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന റിസർച്ചാണ് അപ്ലൈഡ് റിസർച്ച് എന്ന് പറയാം. ഇതിനെക്കുറിച്ച് ഓൾറെഡി നിങ്ങൾക്ക് അറിയണം. ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ നമ്മൾ വിശദീകരിക്കുന്ന ഒരു റിസർച്ചാണ് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് എന്ന് പറയാം. അനലറ്റിക്കൽ റിസർച്ച് എന്ന് പറഞ്ഞാൽ ഒരു സിറ്റുവേഷൻ, ഒരു എക്സിസ്റ്റിംഗ് ഫാക്റ്റ് നമ്മൾ അനലൈസ് ചെയ്യാം, ഇവാലുവേറ്റ് ചെയ്യാം. അടുത്താണ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ക്വാണ്ടിറ്റേറ്റീവ്
റിസർച്ച് നമ്പറുമായി ബന്ധപ്പെട്ടതാണ്. ന്യൂമറിക്കൽ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നതാണ് എന്ത് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ വരുന്നത്. നമ്പർ, ഹൈറ്റ്, വെയിറ്റ് ഇങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റാസൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിൽ വരുന്നതാണ്. ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കുന്ന ഗുണാത്മകമായ വിവരങ്ങളൊക്കെ വരുന്നതാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. എക്സ്പ്ലനേറ്ററി റിസർച്ച് എന്ന് പറഞ്ഞാൽ വൈ കാരണം വിശദീകരിക്കുന്ന റിസർച്ചാണ്. ലോങ്ങിറ്റ്യൂഡിനൽ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ തന്നെ ഒരു നിശ്ചിത പീരീഡ് ഓഫ് ടൈമിൽ എന്ത് ചെയ്യുക, പഠിക്കുക. ഉദാഹരണമായിട്ട് എന്താണ്, ഒരു ഹ്യൂമൻ ഒരു വ്യക്തിക്ക് ഒരു മരുന്ന് കൊടുത്തു, ഡോക്ടറാണ് ഒരു മരുന്ന് കൊടുത്തു, ഒരു ദിവസം ഒരാഴ്ച കഴിഞ്ഞ് ചെക്ക് ചെയ്തു, പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് പിന്നെ ചെക്ക് ചെയ്തു, പിന്നെ 2 ആഴ്ച കഴിഞ്ഞ് ചെക്ക് ചെയ്തു. ഇതെന്താണ് ലോങ്ങിറ്റ്യൂഡിനൽ സ്റ്റഡിയാണ്. ഒരു നിശ്ചിത കാലയളവിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പ്രമേയം, പ്രഷറൊക്കെ ചെക്ക് ചെയ്യണ പോലെ അതിന് ലോങ്ങിറ്റ്യൂഡിനൽ സ്റ്റഡി എന്നാണ് പറയാം. പിന്നെ മെത്തേഡ്സ് ഓഫ് റിസർച്ച് നിങ്ങൾക്ക് അറിയുന്നതാണ്. മെത്തഡോളജി എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സ്പെക്റ്റീവാണ്, റിസർച്ച് പേഴ്സ്പെക്റ്റീവ്. ഇതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ വിശദമായിട്ട് പഠിക്കാം. മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ടൂൾസാണ്, സർവേ, ഇൻ്റർവ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അത് ഏതൊക്കെ ടൂൾസ് ആണെന്നുള്ളതൊക്കെ നമുക്ക് പഠിക്കാം. അടുത്ത പാഠങ്ങളിൽ അതിനെക്കുറിച്ച് വരുന്നുണ്ട്. പ്രധാനമായിട്ടും എവല്യൂഷണറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ പരിണാമപരമായിട്ട് സ്റ്റേജസ് ആയിട്ടുള്ള പഠനം. കമ്പാരിറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൊസൈറ്റീസിനെയും ഗ്രൂപ്പിനെയും എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യുന്ന പഠനമാണ്. ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻ്റ്, ചരിത്രപരമായ ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചുകൊണ്ടുള്ള പഠനം. പേഴ്സണൽ ആൻഡ് പബ്ലിക് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഡയറി, ലെറ്റർ, ഗവൺമെൻറ് റെക്കോർഡ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനം. ഇതൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള റിസർച്ച് മെത്തേഡുകളാണ്. ഇനി അടുത്ത ടോപ്പിക്കാണ് എലമെൻറ്റ്സ് ഓഫ് റിസർച്ച് ഡിസൈൻ. നമ്മളൊരു ഗവേഷണം ചെയ്യുന്ന സമയത്ത് ഗവേഷണത്തിന് എന്ത് ചെയ്യണം, ഒരു റിസർച്ച് ഡിസൈൻ ഉണ്ടായിരിക്കണം. ഓടിച്ചെന്ന് ഗവേഷണം ചെയ്യാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടായിരിക്കണം, ഒരു വ്യക്തമായ പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഈ പ്ലാനിങ്ങിൻ്റെ ബേസിലാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് റിസർച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അതിനാണ് എന്ത് പറയുക, റിസർച്ച് ഡിസൈൻ എന്ന് പറയാം. റിസർച്ച് ഒരു പ്രൊജക്റ്റാണ്, അതിന് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഉണ്ടാവും, എൻഡിങ് പോയിൻ്റ് ഉണ്ടാവും. അതിന് ഏറ്റവും തുടക്കത്തിൽ ഡിഫൈൻ റിസർച്ച് പ്രോബ്ലം, ഒരു ടോപ്പിക്ക്, ഒരു പ്രോബ്ലം നമ്മൾ ഡിഫൈൻ ചെയ്യാം. എന്ത് വിഷയമാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഡിഫൈൻ ചെയ്യുന്നതാണിത് 1 വരുന്നത്. രണ്ടാമത്തത് എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ റിവ്യൂ, അതായത് നിലവിലുള്ള വിവരങ്ങൾ എന്ത് ചെയ്യാം, റിവ്യൂ ചെയ്യാം. ഇതാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയാം. പിന്നെ അടുത്തതാണെന്ത് ഹൈപ്പോത്തിസിസ്, ഒരു സാങ്കല്പികമായിട്ടുള്ള ഉത്തരം കണ്ടെത്താം. ഒരു ചോദ്യം ഉണ്ടാകും, അതിന് സാങ്കല്പികമായിട്ടുള്ള ഒരു ടെൻഡേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക. പിന്നെ ആരെയാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക. പിന്നെ ഗവേഷണം ചെയ്യാൻ പോകുന്ന സ്ഥലം, അതിൻ്റെ ടെക്നിക്കുകൾ അതൊക്കെ പഠിക്കുക. ടൈം, റിസോഴ്സസ് മനസ്സിലാക്കുക. ഒരു പൈലറ്റ് സ്റ്റഡി നടത്തുക, ഒരു ട്രയൽ റൺ നടത്തുക. പിന്നെ അതിന് ശേഷം ഡാറ്റ കളക്ട് ചെയ്യുക, ഡാറ്റ അനലൈസ് ചെയ്യുക. ഈ കളക്ട് ചെയ്ത ഡാറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, റിസർച്ചിൽ വരുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് സാമ്പിൾ സൈസാണ്. അത് നമുക്ക് അടുത്ത സെഷനിൽ പഠിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 14 യൂണിറ്റ് ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് ഒരു 7 മണിക്ക് ഇരിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ ചോദിക്കാം.